ബഹിരാകാശത്തെ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെയ്ഡെക്സ് വിജയകരം. ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും രേഷ്മ ശാന്ത അശോകൻ ചേരുന്നു. രേഷ്മ, വലിയ ചർച്ചയും വാർത്തയുമായിരുന്നു ഇത് നേരത്തെ തന്നെ. ഇതിന് നേരിട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, പലതവണ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോഴിത് വിജയകരമായിരിക്കുന്നു. വലിയ സന്തോഷകരമായ കാര്യമാണ് ഓരോ ഇന്ത്യക്കാരനും. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, നീണ്ട കാത്തിരിപ്പുകൾക്കും ആകാംക്ഷയ്ക്കും ഒടുവിൽ വിരാമം ഇട്ടുകൊണ്ട് ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വലിയൊരു ചരിത്ര നേട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡെക്സ് ഇന്ന് രാവിലെയോടെ ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ISROയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 30-നാണ് PSLV C-60 ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് 2 ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിക്കുന്നത്. 400 കിലോഗ്രാം വീതം വരുന്ന STX-01 ചേസർ, STX-02 ടാർഗറ്റ് എന്നീ 2 ഉപഗ്രഹങ്ങളായിരുന്നു അന്ന് ഇന്ത്യ വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇതിൻ്റെ ഡോക്കിംഗ് മുന്നോട്ട് നീണ്ടുപോവുകയായിരുന്നു. മനുഷ്യരെ വഹിക്കുന്നതോ അല്ലാത്തതോ ആയ 2 സ്വതന്ത്ര പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുകയും പിന്നീട് ബഹിരാകാശത്ത് വെച്ച് കൂട്ടി ചേർക്കുകയും പിന്നീട് സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനത്തിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഹൈദരാബാദിലെ സ്വകാര്യ കമ്പനിയായ അനന്ത് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല തവണയായിട്ട് മാറ്റിവെച്ചതാണ് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ആദ്യം ജനുവരി 6-ന് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇത് പിന്നീട് മുന്നോട്ടേക്ക് മാറ്റിവെച്ചു. പിന്നീട് ജനുവരി 9-ന് നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ അന്ന് ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിലും ഡോക്കിംഗ് നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ജനുവരി 11-ലേക്ക് നീട്ടിവെച്ചു. ജനുവരി 11-നും ഡോക്കിംഗ് നടത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഒടുവിൽ ഇന്ന് രാവിലെയോടെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് അനിവാര്യമായ ഒരു സാങ്കേതികവിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് ഇന്ത്യയും ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയിലൂടെ നിരവധി ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം കൊയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രൊപ്പൽഷൻ യൂണിറ്റുകളിലെ ഇന്ധനം തീരുന്നതിനനുസരിച്ച് 8 മുതൽ 10 വർഷം വരെയാണ് ഈ ഉപഗ്രഹങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത്. ഈ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സാധ്യമാകുന്നതോടെ പ്രൊപ്പൽഷൻ യൂണിറ്റുകൾ ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കാനായിട്ട് ഈ സംവിധാനത്തിലൂടെ സാധിക്കും. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലായി മാറിയിരിക്കുകയാണ് സ്പേസ് ഡോക്കിംഗ് സംവിധാനം. സനീഷ്, അതാണ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്ന നില കൂടെ കണക്കാക്കാവുന്ന, പൊതുവിൽ നമുക്കെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് സ്പെയ്ഡെക്സിൻ്റെ പരീക്ഷണം വിജയകരമായത്. അത് ആ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ കൂടുതലായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അതിലേതായാലും വിജയകരമായൊരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. നന്ദി രേഷ്മ.